ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭാഷകൻ അധ്യായം 37. യഥാർത്ഥ ജ്ഞാനി എന്ന ഉപശീർഷകം കൂടിയുള്ള ഈ അധ്യായത്തിൽ 31 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. എല്ലാവരും പറയുന്നതെന്ത്? ഉത്തരം: ഞാനും നിന്റെ സ്നേഹിതനാണെന്ന്. ചോദ്യം 2. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ എന്താണ്? ഉത്തരം: നാമമാത്ര സുഹൃത്തുക്കൾ. ചോദ്യം 3. എന്താണ് മരണതുല്യമായ ദുഃഖം? ഉത്തരം: സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. ചോദ്യം 4. കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നതാര്? ഉത്തരം: ചില സ്നേഹിതർ. ചോദ്യം 5. കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന സ്നേഹിതർ അവനെതിരായി തിരിയുന്നത് എപ്പോൾ? ഉത്തരം: ആപത്ത് വരുമ്പോൾ. ചോദ്യം 6. ചിലർ സ്നേഹിതനെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: ഉദരപൂരണത്തിനു വേണ്ടി. ചോദ്യം 7. ഉദരപൂരണത്തിനു വേണ്ടി സ്നേഹിതനെ സഹായിക്കുന്നവൻ യുദ്ധം വരുമ്പോൾ എന്തു ചെയ്യും? ഉത്തരം: സ്നേഹിതനു വേണ്ടി പരിചയായി നിൽക്കും. ചോദ്യം 8. ഉദരപൂരണത്തിനു വേണ്ടി സ്നേഹിതനെ സഹായിക്കുന്നവൻ അവനു വേണ്ടി പരിചയായി നിൽക്കുന്നത് എപ്പോൾ? ഉത്തരം: യുദ്ധം വരുമ്പോൾ. ചോദ്യം 9. ആരെയാണ് മറക്കരുതാത്തത്? ഉത്തരം: സ്നേഹിതനെ. ചോദ്യം 10. സ്നേഹിതനെ അവഗണിക്കരുതാത്തത് എപ്പോൾ? ഉത്തരം: ഐശ്വര്യകാലത്ത്. ചോദ്യം 11. ആരാണ് മാർഗനിർദ്ദേശം നൽകുന്നത്? ഉത്തരം: എല്ലാ ഉപദേശകരും. ചോദ്യം 12. എല്ലാ ഉപദേശകരും നൽകുന്നതെന്ത്? ഉത്തരം: മാർഗനിർദ്ദേശം. ചോദ്യം 13. എങ്ങനെയാണ് ഉപദേശകനെ സൂക്ഷിക്കേണ്ടത്? ഉത്തരം: ഉപദേശകൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം, അവൻ നിന്നെ ചതിച്ചെന്നു വരാം. ചോദ്യം 14. എന്തായിരിക്കും ചില ഉപദേശകരുടെ ഉന്നം? ഉത്തരം: സ്വാർത്ഥലാഭം. ചോദ്യം 15. സ്വാർത്ഥലാഭമുള്ള ഉപദേശകർ ചെയ്യുന്നതെന്ത്? ഉത്തരം: നിന്റെ മാർഗം സുരക്ഷിതമെന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുമെന്ന് കാണാൻ മാറി നിൽക്കും. ചോദ്യം 16. ആരോടാണ് ഉപദേശം ചോദിക്കരുതാത്തത്? ഉത്തരം: നിന്നെ സംശയിക്കുന്നവനോട്. ചോദ്യം 17. ആരോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുതാത്തത്? ഉത്തരം: അസൂയാലുവിനോട്. ചോദ്യം 18. സ്ത്രീയോട് ആരെപ്പറ്റി ആലോചന നടത്തരുത്? ഉത്തരം: അവളുടെ പ്രതിദ്വന്ദ്വിയെപ്പറ്റി. ചോദ്യം 19. നന്ദിയെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ആരോട്? ഉത്തരം: വിദ്വേഷിയോട്. ചോദ്യം 20. വിദ്വേഷിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത്? ഉത്തരം: നന്ദിയെപ്പറ്റി. ചോദ്യം 21. കരുണയെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ആരോട്? ഉത്തരം: ക്രൂരനോട്. ചോദ്യം 22. ക്രൂരനോട് എന്തിനെപ്പറ്റി ആലോചന ചെയ്യരുത്? ഉത്തരം: കരുണയെപ്പറ്റി. ചോദ്യം 23. അധ്വാനത്തെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ആരോട്? ഉത്തരം: അലസനോട്. ചോദ്യം 24. വിൽപ്പനയെപ്പറ്റി ഉപദേശം തേടരുതാത്തത് ആരോട്? ഉത്തരം: വാങ്ങുന്നവനോട്. ചോദ്യം 25. വ്യാപാരിയോട് എന്തിനെപ്പറ്റി ഉപദേശം തേടരുത്? ഉത്തരം: വിലയെപ്പറ്റി. ചോദ്യം 26. ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി ആരോടാണ് ആലോചന നടത്തരുതാത്തത്? ഉത്തരം: 1 വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട്. ചോദ്യം 27. മടിയനായ ദാസനോട് എന്തിനെപ്പറ്റി ഉപദേശം തേടരുത്? ഉത്തരം: വലിയ ഉദ്യമത്തെപ്പറ്റി. ചോദ്യം 28. ആരോടാണ് എപ്പോഴും ഒട്ടി നിൽക്കേണ്ടത്? ഉത്തരം: ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്. ചോദ്യം 29. ഏത് ഉപദേശമാണ് വിശ്വാസ്യതമായി സ്വീകരിക്കേണ്ടത്? ഉത്തരം: നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം.
ചോദ്യം 30. എന്തിനേക്കാൾ കൂടുതൽ വിവരം സ്വന്തം ഹൃദയം നൽകും? ഉത്തരം: ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ കൂടുതൽ വിവരം. ചോദ്യം 31. അത്യുന്നതനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ത്? ഉത്തരം: എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നയിക്കണമെന്ന്. ചോദ്യം 32. എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടത് ആരോട്? ഉത്തരം: അത്യുന്നതനോട്. പ്രഭാഷകൻ 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ ജ്ഞാനി എന്ന ഉപശീർഷകത്തിൻ്റെ കീഴിൽ വരുന്നു. ചോദ്യം 33. എന്താണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം? ഉത്തരം: ചിന്ത. ചോദ്യം 34. ചിന്ത എന്തിൻ്റെ ആരംഭമാണ്? ഉത്തരം: എല്ലാ പ്രവൃത്തിയുടെയും. ചോദ്യം 35. എന്താണ് ആലോചനയുടെ തുടർച്ച? ഉത്തരം: എല്ലാ ഉദ്യമവും. ചോദ്യം 36. എല്ലാ ഉദ്യമങ്ങളും എന്തിൻ്റെ തുടർച്ചയാണ്? ഉത്തരം: ആലോചനയുടെ. ചോദ്യം 37. ചിന്ത എവിടെ വേരൂന്നിയിരിക്കുന്നു? ഉത്തരം: ഹൃദയത്തിൽ. ചോദ്യം 38. ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നത് എന്ത്? ഉത്തരം: ചിന്ത. ചോദ്യം 39. ചിന്തയ്ക്ക് എത്ര ശാഖകളാണ് ഉള്ളത്? ഉത്തരം: 4. ചോദ്യം 40. ചിന്തയുടെ 4 ശാഖകൾ ഏതെല്ലാം? ഉത്തരം: നന്മ, തിന്മ, ജീവൻ, മരണം എന്നീ 4 ശാഖകൾ. ചോദ്യം 41. ചിന്തയുടെ ശാഖകളുടെ നിയന്താവ് ആരാണ്? ഉത്തരം: നാവ്. ചോദ്യം 42. നാവ് ആരുടെ നിയന്താവാണ്? ഉത്തരം: നന്മയുടെയും തിന്മയുടെയും ജീവൻ്റെയും മരണത്തിൻ്റെയും. ചോദ്യം 43. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ എന്തു ചെയ്യുന്നു? ഉത്തരം: ബുദ്ധിശൂന്യമായി പെരുമാറുന്നു. ചോദ്യം 44. ബുദ്ധിശൂന്യമായി പെരുമാറുന്നത് ആര്? ഉത്തരം: മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ. ചോദ്യം 45. വാചാലത എന്ത് സമ്പാദിച്ചു തന്നേക്കാം? ഉത്തരം: ശത്രുക്കളെ. ചോദ്യം 46. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. എന്തായിരിക്കും അവൻ്റെ അനുഭവം? ഉത്തരം: പട്ടിണി. ചോദ്യം 47. ആരുടെ ജ്ഞാനമാണ് വാക്കുകളിൽ ഒതുങ്ങുന്നത്? ഉത്തരം: തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം. ചോദ്യം 48. തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം എവിടെ ഒതുങ്ങുന്നു? ഉത്തരം: അവൻ്റെ വാക്കുകളിൽ. ചോദ്യം 49. സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ആര്? ഉത്തരം: ജ്ഞാനി. ചോദ്യം 50. ജ്ഞാനി ആരെയാണ് ഉപദേശിക്കുക? ഉത്തരം: സ്വന്തം ജനത്തെ. ചോദ്യം 51. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവൻ്റെ എന്താണ് വിശ്വസനീയമായത്? ഉത്തരം: വിവേകത്തിൻ്റെ ഫലം. ചോദ്യം 52. ജ്ഞാനിയുടെ മേൽ കുന്നുകൂടുന്നതെന്ത്? ഉത്തരം: സ്തുതി. ചോദ്യം 53. ജ്ഞാനിയെ ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് ആര്? ഉത്തരം: കാണുന്നവരെല്ലാം. ചോദ്യം 54. ജ്ഞാനിയെ കാണുന്നവരെല്ലാം അവനെ എന്ത് വിളിക്കും? ഉത്തരം: ഭാഗ്യവാനെന്ന് വിളിക്കും. ചോദ്യം 55. ആരുടെ ദിനങ്ങളാണ് പരിമിതമായത്? ഉത്തരം: മനുഷ്യൻ്റെ. ചോദ്യം 56. ആരുടെ ദിനങ്ങളാണ് സംഖ്യാതീതം? ഉത്തരം: ഇസ്രായേലിൻ്റെ. ചോദ്യം 57. ജ്ഞാനി ആദരം നേടുന്നത് എവിടെ? ഉത്തരം: സ്വജനമധ്യേ. ചോദ്യം 58. ആരുടെ നാമമാണ് അനശ്വരമാകുക? ഉത്തരം: ജ്ഞാനിയുടെ. ചോദ്യം 59. ആത്മശോധന നടത്തേണ്ടത് എപ്പോൾ? ഉത്തരം: ജീവിച്ചിരിക്കുമ്പോൾ. ചോദ്യം 60. എന്താണ് ചെയ്യരുതാത്തത്? ഉത്തരം: ഹാനികരമായത്. ചോദ്യം 61. എന്തിലാണ് അതിര് കവിഞ്ഞ അഭിനിവേശം അരുതാത്തത്? ഉത്തരം: ആഡംബരത്തിൽ. ചോദ്യം 62. ആഡംബരത്തിൽ എന്ത് പാടില്ല? ഉത്തരം: അതിര് കവിഞ്ഞ അഭിനിവേശം.
ചോദ്യം 63. എന്തിനോടാണ് ആർത്തി കാണിക്കരുതാത്തത്? ഉത്തരം ഭക്ഷണത്തിൽ. ചോദ്യം 64. രോഗത്തിന് കാരണമാകുന്നതെന്ത്? ഉത്തരം അമിതാഹാരം. 65. ദഹനക്ഷയം ഉണ്ടാക്കുന്നത് എന്ത്? ഉത്തരം അമിതഭോജനം. ചോദ്യം 66. അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ത്? ഉത്തരം അമിതഭോജനം. ചോദ്യം 67. അമിതഭോജനം നിയന്ത്രിക്കുന്നവന് എന്തുണ്ടാകും? ഉത്തരം ദീർഘായുസ്സ്. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.